നമസ്കാരം. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇന്നുമേറെ പിന്നിലാണ് നമ്മുടെ പ്രോസിക്യൂഷൻ സംവിധാനമെന്നും നമ്മുടെ പോലീസിനാവട്ടെ പ്രതികളെ തല്ലിച്ചതച്ച് മൊഴിയെടുത്ത് മാത്രമേ കേസ് തെളിയിക്കാൻ കഴിയൂവെന്നും പലതവണ വിമർശനമുയർന്ന കാര്യമാണ്. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഒന്നുമല്ലാതെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളെ ആധാരമാക്കി കേസ് മുന്നോട്ട് പോകാൻ പൊതുവെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയാറില്ല. പക്ഷേ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കേസാണ് ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത്. തീർത്തും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ കൊച്ചുമകനും JDS മുൻ MP-യുമായ പ്രജ്വൽ രേവണ്ണയെ ബലാത്സംഗ കേസിൽ കോടതി ശിക്ഷിച്ചത്. DNA തെളിവ്, ഫോറൻസിക് തെളിവ്, ഡെർമറ്റോളജി, യൂറോളജി, ഓർത്തോപീഡിക്സ് വിദഗ്ധരടക്കം ഉൾപ്പെട്ട വിദഗ്ധ സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കിട്ടിയ തെളിവുകൾ എന്നിവയടക്കമാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഇത്രയും ശാസ്ത്രീയമായ തെളിവുകളിലൂടെ ഒരു കേസ് തെളിയിക്കപ്പെടുന്നത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു കേസിനാസ്പദമായ സംഭവ വികാസങ്ങൾ. പ്രജ്വൽ രേവണ്ണയുടേതെന്ന് പറയുന്ന അശ്ലീല വീഡിയോകൾ ഒന്നും രണ്ടുമല്ല, 2976 എണ്ണമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇതൊക്കെ എടുത്തതും പ്രജ്വൽ തന്നെയായിരുന്നു. അയാൾക്ക് പിന്നീട് കണ്ടുരസിക്കാൻ എടുത്ത വീഡിയോകൾ ലീക്കാവുകയായിരുന്നു. വീഡിയോകളിൽ അയാളുടെ മുഖം ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് ഹസനിലെ പ്രജ്വലിന്റെ കുടുംബത്തിലെ ഫാം ഹൗസിൽ ജോലിക്കാരിയായ 48കാരി പരാതി നൽകുന്നത്. തന്നെ 2 തവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നും ഇവർ പരാതി നൽകി. തുടർന്ന് മറ്റ് നിരവധി പേരും പരാതി നൽകി. ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ JDS സ്ഥാനാർത്ഥിയായിരുന്നു പ്രജ്വൽ. ദൃശ്യങ്ങൾ പുറത്തായതോടെ വോട്ടെടുപ്പ് നടന്ന ദിവസം രാത്രി മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൻ വിദേശത്തേക്ക് മുങ്ങി. തിരിച്ചു വന്നപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് കഴിഞ്ഞ വർഷം മെയ് 31-നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പിൽ പ്രജ്വൽ 42,000-ലേറെ വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തു. ഹാസനിലെ ഫാം ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു വീട്ടുജോലിക്കാരി നൽകിയ മൊഴി. SIT നടത്തിയ പരിശോധനയിൽ ഫാം ഹൗസിലെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് പീഡനം നടന്ന ദിവസം ജോലിക്കാരി ധരിച്ചിരുന്ന അടിവസ്ത്രം കണ്ടെത്തി. സംഭവം നടന്ന 3 വർഷമായിട്ടും ഈ വസ്ത്രം ആരും തൊടുകയോ ഉപയോഗിക്കുകയോ ചെയ്തിരുന്നില്ല. തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ അടിവസ്ത്രത്തിൽ പുരുഷ ബീജത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. ശാസ്ത്രീയ പരിശോധനയിൽ ഇത് പ്രജ്വൽ രേവണ്ണയുടേതാണെന്ന് ഉറപ്പിച്ചു. ഇതിനു പുറമെ അടിവസ്ത്രത്തിൽ നിന്ന് ശേഖരിച്ച DNA സാമ്പിളുകൾ പരാതിക്കാരിയുടേതാണെന്ന് DNA പരിശോധനയിലും വ്യക്തമായി. ഇതാണ് കേസിൽ നിർണായകമായത്. വീഡിയോ പരിശോധനയിലൂടെ കേസ് തെളിയിക്കുക എന്ന അപൂർവതയും ഇവിടെയുണ്ടായി. പ്രചരിച്ച വീഡിയോകളിലെ പീഡന ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയുടെ ശരീരഭാഗങ്ങൾ കാണുന്ന ഭാഗങ്ങളെല്ലാം അന്വേഷണ സംഘം ആദ്യം ശേഖരിച്ചിരുന്നു. തുടർന്ന് പ്രതിയുടെ ജനനേന്ദ്രിയം, കൈപ്പത്തികൾ, വിരലുകൾ, കാൽപാദം എന്നിവയടക്കം ഓരോ ശരീരഭാഗത്തിന്റെയും ചിത്രങ്ങൾ പകർത്തി. എല്ലുകളുടെ ഘടനയും ആകൃതിയും കാൽവിരലുകളുടെ വളവുകളും വരെ സൂക്ഷ്മമായി പകർത്തിയിരുന്നു. തുടർന്ന് ഇവയെല്ലാം ഒത്തുനോക്കി. ഈ പരിശോധനയിലാണ് പ്രതിയുടെ ഇടത് കൈയിലെ നടുവിരലിലെ മറുകും ഇടത് കൈയിലെ ഒരു പാടും വീഡിയോയിലെ രംഗങ്ങളിലേതിന് സാദൃശ്യമുണ്ടെന്ന് കണ്ടെത്തിയത്. ഫോറൻസിക്, ഡെർമറ്റോളജി, യൂറോളജി, ഓർത്തോപീഡിക്സ് വിദഗ്ധരടക്കം ഉൾപ്പെട്ട വിദഗ്ധ സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലും ഇത് സ്ഥിരീകരിച്ചു. വീഡിയോയിൽ നിന്ന് ശേഖരിച്ച ശബ്ദ സാമ്പിളും കേസിൽ നിർണായകമായി. പരാതിക്കാരി വേദനയോടെ കരയുന്നതിന്റെ ശബ്ദ സാമ്പിളുകളും പ്രതി വീഡിയോയിൽ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നതിന്റെ സാമ്പിളുകളുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിലും കൂടുതൽ തെളിവുകൾ ലഭിച്ചിരുന്നു. ധർമ്മസ്ഥലയിലെ കൂട്ട ശവസംസ്കാര കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കർണാടക പോലീസിന് വലിയ പ്രശംസയാണ് സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ ഒരു സംഭവത്തോടെ കിട്ടുന്നത്. ഇൻസ്പെക്ടർ ശോഭയുടെ നേതൃത്വത്തിലുള്ള CIDയുടെ പ്രത്യേക അന്വേഷണ സംഘം 123 തെളിവുകളാണ് ശേഖരിച്ചത്. ഏകദേശം 2000 പേജുകളുള്ള കുറ്റപത്രമാണ് കേസിൽ സമർപ്പിച്ചത്. 2024 ഡിസംബർ 31 കേസിൽ വിചാരണ ആരംഭിച്ചു. തുടർന്നുള്ള 7 മാസങ്ങളിൽ കോടതി 23 സാക്ഷികളെ വിസ്തരിക്കുകയും വീഡിയോ ക്ലിപ്പുകളുടെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടുകളും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ പരിശോധനാ റിപ്പോർട്ടുകളും വിലയിരുത്തുകയും ചെയ്തു. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 11 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. അതിവേഗമായിരുന്നു കേസിന്റെ നടപടികൾ. കേസ് രജിസ്റ്റർ ചെയ്ത് 14 മാസത്തിനുള്ളിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള വിധി പുറത്തു വന്നത്. പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള 4 പീഡന കേസുകളിൽ ആദ്യത്തെ കേസിലാണ് വിധി പറഞ്ഞിരിക്കുന്നത്.